എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നതിനോടൊപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ പുതുവർഷത്തിൽ നിക്ഷേപിക്കാൻ ഉചിതമായ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് സെക്ടറിൽ പെടുന്ന 3 മികച്ച സ്റ്റോക്കുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ കാണിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒരു തരത്തിലുമുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനുമല്ല, മറിച്ച് ഇത് നിങ്ങളുടെ അറിവിലേക്കും പഠനാവശ്യങ്ങൾക്കും മാത്രമായി വിലയിരുത്തുക. ആദ്യം പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എന്താണെന്നും എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നും നോക്കാം. അവിശ്വസനീയമായ കൃത്യതയോടെയും സ്ഥിരതയോടെയും കൂടി ഘടകങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ഒരു ക്രാഫ്റ്റാണ് പ്രിസിഷൻ എഞ്ചിനീയറിംഗ്. ഇത് മിസൈൽ ഗൈഡൻസ് സിസ്റ്റങ്ങൾ, ഉയർന്ന പെർഫോമൻസ് റേഞ്ചിലുള്ള റഡാർ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ടർബൈൻ ബ്ലേഡുകൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നു. ഓരോന്നും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നൂതന ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് കൃത്യമായ എഞ്ചിനീയറിംഗിലൂടെ എല്ലാ ചെറിയ വിശദാംശങ്ങളും കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കും അനുസൃതമായാണ് ഇവയെല്ലാം നിർമ്മിക്കുന്നത്. ഈ സെക്ടർ അതിൻ്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും, പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടറിന് പ്രാധാന്യം ഏറുന്ന ഈ കാലഘട്ടത്തിൽ. പ്രിസിഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും എയ്റോസ്പേസ്, ഓട്ടോമോട്ടീവ്, വ്യാവസായിക മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കമ്പനികൾക്കും മികച്ച വളർച്ചാ സാധ്യതയാണ് വിദഗ്ധർ കാണുന്നത്. ഈ സെക്ടറിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ സ്റ്റോക്ക് ഈ കഴിഞ്ഞ ഡിസംബർ 31 ലിസ്റ്റ് ചെയ്ത യൂണിമെക് എയ്റോസ്പേസ് ആണ്. 2016 സ്ഥാപിതമായ യൂണിമെക് എയ്റോസ്പേസ് ആഗോള എയ്റോസ്പേസ് പ്രതിരോധ മേഖലകളിൽ വിശ്വസനീയമായ പങ്കാളിയായി അതിവേഗം സ്ഥാനം പിടിച്ചു. മെഷീനിംഗ്, ഫാബ്രിക്കേഷൻ, അസംബ്ലി, ടെസ്റ്റിംഗ് എന്നിവയിൽ കമ്പനി വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ബിൽഡ് ടു പ്രിന്റ്, ബിൽഡ് ടു സ്പെസിഫിക്കേഷൻ എന്നീ മാനുഫാക്ചറിംഗ് സൊല്യൂഷനുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ നൂതന എഞ്ചിനീയറിംഗ് മികവുകൾ ലോകത്തിലെ ഏറ്റവും ആവശ്യകതയേറുന്ന ചില വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് കൃത്യതയും വിശ്വാസ്യതയും പരമപ്രധാനമായ എയ്റോസ്പേസ് മേഖലകളിൽ. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ എയ്റോ എൻജിൻ ടൂളിംഗ്, എയർഫ്രെയിം ടൂളിംഗ്, റോക്കർ ആം, HMC CDA ഉൾപ്പെടെയുള്ള മിസൈൽ ഘടകങ്ങൾ, കൂടാതെ അഡ്വാൻസ്ഡ് സബ്സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നു. എയ്റോസ്പേസ് മേഖലയിൽ പ്രധാന സാന്നിധ്യമുള്ള കമ്പനി അതിൻ്റെ വരുമാനത്തിൻ്റെ 90%വും US, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലൂടെയാണ് നേടുന്നത്. 2024 സെപ്റ്റംബർ പാദത്തിൽ കമ്പനി 1.2 ബില്യൺ വരുമാനവും 386.8 മില്യൺ അറ്റാദായവും നേടി. കമ്പനി 40.5% എബിറ്റ മാർജിനും നിലനിർത്തിയിട്ടുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ യൂണിമെക് വരുമാനത്തിൽ 121% വർധനവ് രേഖപ്പെടുത്തി. 2023 സാമ്പത്തിക വർഷത്തിൽ നേടിയ 941.7 മില്യൺ രൂപയിൽ നിന്ന് വരുമാനം ഉയർന്ന് 2087.7 മില്യണിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനി വരുമാനത്തിൻ്റെ 99.4%വും എയ്റോസ്പേസ് മേഖലയിൽ നിന്ന് നേടി. അതേസമയം 0.6% മറ്റ് മേഖലകളായ പ്രതിരോധം, എനർജി, സെമി കണ്ടക്ടേഴ്സ് എന്നിവയിൽ നിന്നാണ് ലഭിച്ചത്. കമ്പനിയുടെ അറ്റാദായം 150%-ലധികം ഉയർന്ന് 2023 സാമ്പത്തിക വർഷത്തിലെ 211.8 മില്യൺ രൂപയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 580.5 മില്യണായി. എയ്റോസ്പേസ് ടൂളിംഗ് സെഗ്മെന്റ് യൂണിമെക്കിന്റെ വരുമാനത്തിന്റെ പ്രാഥമിക സംഭാവനയായി തുടരുമ്പോൾ കമ്പനി വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ്. കമ്പനിയുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് നിലവിൽ അതിൻ്റെ വരുമാനത്തിന്റെ 2% മാത്രം വരുന്ന പ്രിസിഷൻ ഘടകങ്ങളും സബ്സിസ്റ്റമും ഗണ്യമായി വളരുമെന്നും 4 വർഷത്തിനുള്ളിൽ ഇത് 30% വളർച്ചയിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ആണവോർജം, സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യകൾ, ആഭ്യന്തര പ്രതിരോധ പരിപാടികൾ തുടങ്ങിയ വളർന്നുവരുന്ന മേഖലകളിലെ അവസരങ്ങളും ഇത് പര്യവേഷണം ചെയ്യുന്നു. കൂടാതെ 3D പ്രിന്റിംഗ്, AI അധിഷ്ഠിത ഡിസൈനിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾ യൂണിമെക്കിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. ഈ സെക്ടറിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് സ്മോൾ ക്യാപ് കമ്പനിയായ രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. കമ്പനി എലിവേറ്ററുകൾ, വാതിലുകൾ,
വീട്ടുപകരണങ്ങൾ എന്നിവയിലേക്ക് ആവശ്യമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാഷറുകൾ, സോളാർ മൗണ്ടിംഗ് ഹുക്കുകൾ, ഫിനിഷിംഗ് ഷീറ്റുകൾ കൂടാതെ SS ട്യൂബുകൾ, പൈപ്പുകൾ എന്നീ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. വ്യത്യസ്ത വലിപ്പത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ 2500-ലധികം വാഷറുകൾ കമ്പനി നിർമ്മിക്കുന്നു. കമ്പനിക്ക് ഒരു ഇൻഹൗസ് ബാക്ക്വേർഡ് ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഏത് ഉൽപ്പന്നവും അതിൻ്റെ വലിപ്പത്തിൻ്റെയും മറ്റ് ആവശ്യങ്ങൾക്കുമനുസരിച്ച് സ്വതന്ത്രമായി രത്നവീർ പ്രിസിഷൻ നിർമ്മിക്കുന്നു. രത്നവീർ പ്രിസിഷൻ നിലവിൽ ഒരു വൻ വികസനത്തിനായി തയ്യാറെടുക്കുകയാണ്. ഇതിനായി കമ്പനി 1 വർഷത്തിനുള്ളിൽ തന്നെ 3 തവണ ഫണ്ട് സമാഹരിച്ചു. ഫണ്ടിൻ്റെ 80% ഒന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കമ്പനി മൂലധന ചെലവിൻ്റെ 2ാം ഘട്ടവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രാരംഭ നടപടികൾക്കായി ഭൂമി കണ്ടെത്തി 2025 ജനുവരി മുതൽ പ്രാവർത്തികമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത 3-4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള 1.8 ബില്യൺ രൂപയുടെ ഓർഡറുകളും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ 2025 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കമ്പനിയുടെ വിൽപ്പനയും അറ്റാദായവും സ്ഥിരമായ പുരോഗതി കൈവരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കമ്പനിയുടെ വിൽപ്പന ഇരട്ടിയിലധികം വർദ്ധിച്ചപ്പോൾ ലാഭം 5 മടങ്ങ് വർദ്ധിച്ചു. ഡിഫൻസ് മേഖലയ്ക്ക് ആവശ്യമായ പൈപ്പ് വിഭാഗത്തിനായി പുതിയ വരുമാന മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിലാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ശ്രദ്ധ. 2023 സെപ്റ്റംബറിൽ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത ഈ ഓഹരി 274 രൂപ വരെ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ താഴെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 190 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരി സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ പെടുന്നതിനാൽ തന്നെ റിസ്ക് കൂടുതലുള്ള സ്റ്റോക്കാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. മൂന്നാമത്തെ സ്റ്റോക്ക് ഗാല പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ആണ്. BSEയിലും NSEയിലും പുതുതായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കമ്പനി ഡിസ്ക് സ്ട്രിപ്പ് സ്പ്രിങ്ങുകൾ, കോയിൽ, സ്പൈറൽ സ്പ്രിങ്ങുകൾ, പ്രത്യേക ഫാസ്റ്റനിങ് സൊല്യൂഷനുകൾ എന്നിവ പോലുള്ള പ്രിസിഷൻ കോമ്പോണൻസിൻ്റെ നിർമ്മാതാക്കളാണ്. എൻഡ്യൂറൻസ് ടെക്നോളജീസ്, സ്നൈഡർ, L&T, ഹിറ്റാച്ചി എന്നിവയുൾപ്പെടെ ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കൾക്ക് കമ്പനി ഉൽപ്പന്നങ്ങൾ നൽകുന്നു. കമ്പനിയുടെ ആസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ വാഡ ജില്ലയിൽ ഇതിന് 2 നിർമ്മാണ യൂണിറ്റുകളുണ്ട്. കൂടാതെ ഹൈ ടെൻസിൽ ഫാസ്റ്റനറുകൾ വികസിപ്പിക്കുന്നതിനും ബോൾട്ടുകൾ പോലുള്ള പുതിയ ഇനങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വികസിപ്പിക്കുന്നതിനുമായി തമിഴ്നാട്ടിൽ ഒരു പുതിയ യൂണിറ്റും കമ്പനി സ്ഥാപിക്കുന്നു. കമ്പനിയുടെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റർ പ്രസന്റേഷനിൽ മഹാരാഷ്ട്രയിൽ നിലവിലുള്ള ഫെസിലിറ്റിയിൽ ശേഷി വിപുലീകരിക്കുന്നതായി കമ്പനി സൂചിപ്പിച്ചിരുന്നു. നിലവിൽ ഇത് ആഭ്യന്തര വിപണിയിൽ നിന്ന് വരുമാനത്തിൻ്റെ 60% കൂടുതൽ നേടുന്നു. ബാക്കിയുള്ളതിൽ ഏകദേശം 37% കയറ്റുമതിയിൽ നിന്നാണ്. ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള റിന്യൂവബിൾ മൊബിലിറ്റി മേഖലകളിലേക്കുള്ള എക്സ്പോഷർ കണക്കിലെടുത്ത് കമ്പനിയുടെ ബിസിനസ് വരും വർഷങ്ങളിൽ വിപുലീകരിക്കും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കമ്പനി അതിൻ്റെ വരുമാനം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. അതേസമയം അറ്റാദായം 2020 സാമ്പത്തിക വർഷത്തിലെ 1 കോടി രൂപയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 22 കോടി രൂപയായി ഉയർന്നു. കമ്പനിയുടെ ബിസിനസ് ഡിവിഷനുകളിൽ ഡിമാൻഡിൽ വ്യതിചലനങ്ങൾ കണ്ടു തുടങ്ങിയതിനാൽ 2024 സാമ്പത്തിക വർഷത്തിൻ്റെ 2ാം പകുതിയിൽ മികച്ച പ്രകടനത്തിന് മാനേജ്മെൻറ്റ് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുകളിൽ സൂചിപ്പിച്ച കമ്പനികൾ ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ ശക്തമായ സാന്നിധ്യമുള്ളതും ഉയർന്ന വളർച്ചാ സാധ്യതയുള്ളതുമായ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് സെക്ടറിൽ പെടുന്നവയാണ്. എഞ്ചിനീയറിംഗിൻ്റെ കാര്യത്തിൽ ലോകമെമ്പാടും ഇന്ത്യൻ കമ്പനികൾക്കുള്ള ഡിമാൻഡും എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് മേഖലകളിൽ സർക്കാർ ശ്രദ്ധയൂന്നുന്നതും വലിയ നിക്ഷേപങ്ങളുടെ പിന്തുണയും ഈ കമ്പനികൾക്ക് മുൻതൂക്കം നൽകുന്നു. പുതിയ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റുകൾക്കായുള്ള ആവശ്യവും എഞ്ചിനീയറിംഗ് മേഖലയിലെ കരാറുകളിൽ പ്രതീക്ഷിക്കുന്ന വളർച്ചയും ഈ മേഖലയെ വരും വർഷങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും പുതുവർഷം നിക്ഷേപകരിൽ ഒരുപാട് ശുഭാപ്തി വിശ്വാസവും ഉത്സാഹവും നൽകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനും അതുപോലെ തന്നെ തകർച്ചയ്ക്കും സാധ്യതയുള്ളതിനാൽ എഞ്ചിനീയറിംഗ് സ്റ്റോക്കുകൾ ചില സമയങ്ങളിൽ അപകട സാധ്യതയുള്ളതായിരിക്കുമെന്ന് കൂടി നിക്ഷേപകർ ഓർക്കണം.
ഇക്കാരണത്താൽ അവയെ ചാക്രിക ഓഹരികൾ അഥവാ സൈക്ലിക്കൽ സ്റ്റോക്സ് എന്ന് വിളിക്കുന്നു. ഈ മേഖലയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഹരികളെക്കുറിച്ച് സമഗ്രമായ ഗവേഷണം നടത്തുക, കോർപ്പറേറ്റ് ഭരണം പരിശോധിക്കുക, കമ്പനിയുടെ ത്രൈമാസ സാമ്പത്തിക ഫലങ്ങൾ വിലയിരുത്തുക. ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് മാത്രം തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നതിനോടൊപ്പം ഇത് നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.